കോഴിക്കോട് കോവൂർ ഇരിങ്ങാടൻ പള്ളിയിൽ ഹോട്ടലിലെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കാനിറങ്ങിയ 2 പേർ മരിച്ചു. കിനാലൂർ സ്വദേശി അശോകൻ, കൂട്ടാലിട സ്വദേശി റനീഷ് എന്നിവരാണ് മരിച്ചത്. റിപ്പോർട്ടോടുകൂടി 9 PM ഇവിടെ പൂർണ്ണമാകുകയാണ്. ശേഷം സ്പീഡ് ന്യൂസിൽ ആവണി ചേരും. കോഴിക്കോട് ഇരിങ്ങാടൻ പള്ളിക്കടുത്ത് അമ്മാസ് ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് 2 പേർ മരിച്ചത്. ആദ്യം ഇറങ്ങിയ തൊഴിലാളിക്ക് ശ്വാസതടസ്സം സംഭവിച്ചതിനെ തുടർന്ന് രണ്ടാമത്തെയാൾ രക്ഷപ്പെടുത്താൻ ഇറങ്ങുകയായിരുന്നു. 2 പേരും ടാങ്കിൽ കുടുങ്ങി മരിച്ചു. ഫയർഫോഴ്സ് എത്തി ഇവരെ ഉടനെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. മാലിന്യ ടാങ്കിൽ നിന്നും പുറത്തെടുത്ത് പ്രാഥമിക ശുശ്രൂഷ നൽകിയെങ്കിലും പ്രതികരണമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടവർ പറയുന്നു. പെട്ടെന്ന് ഒച്ചയായിട്ട് ഓടി വന്നായിരുന്നു. അപ്പോൾ 2 ആളും കുഴിയിലുണ്ടായിരുന്നു. കാണുന്നുണ്ടായിരുന്നില്ല എത്ര വെള്ളം ഉണ്ടായിരുന്നു. അതിൻ്റെ അടിയിലുണ്ടായിരുന്നു. ഒരാളെ ഇറങ്ങി ശ്വാസം കിട്ടാണ്ടായപ്പോൾ പിടിച്ച് കയറ്റാൻ വേണ്ടി മറ്റാളെ ഇറങ്ങിയതാണ്. 2 ആളും വീണു ഉള്ളിലേക്ക്. നമ്മൾ നോക്കുമ്പോൾ ചെരുപ്പ് മാത്രമേ ഉള്ളൂ മേലെ, പിന്നെ കാണുന്നില്ല അവരെ. പിന്നെ ഫയർഫോഴ്സ് ഒന്ന് ഞങ്ങളൊരു കൂടി എടുത്ത് കൊണ്ടുപോകുമ്പോൾ CPR കൊടുക്കുമ്പോഴൊന്നും ഇതില്ല. 8 അടിയോളം ആഴമുള്ള കുഴിയിൽ 2 അടിയോളം വെള്ളമുണ്ടായിരുന്നു. കൂട്ടാലിട സ്വദേശി റിനീഷ്, കിനാലൂർ സ്വദേശി അശോകൻ എന്നിവരാണ് മരിച്ചത്. ഒരാഴ്ച മുൻപ് അടച്ച ഹോട്ടൽ മറ്റൊരാൾക്ക് കൈമാറുന്നതിന് മുൻപ് മാലിന്യ ടാങ്ക് വൃത്തിയാക്കുകയായിരുന്നു. ഒരാൾക്ക് കഷ്ടിച്ചിറങ്ങാൻ മാത്രം വ്യാസമുള്ള കുഴിയിലാണ് 2 പേർ കുടുങ്ങിയത്. ഹോട്ടലുടമ രാജശ്രീയെ രക്ഷാപ്രവർത്തനത്തിനിടെ ഉണ്ടായ ദേഹാസ്വാസ്ഥ്യം മൂലം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൈരളി ന്യൂസ്, കോഴിക്കോട്.